ആശാവർക്കർമാരുടെ സമരം 8ാം ദിവസം. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തി. സമരം കടുപ്പിക്കാൻ ആലോചന. വീണ്ടും ചർച്ച നടത്താൻ ആരോഗ്യവകുപ്പ്. പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിലെന്ത്? രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പോലീസ്. ബിജെപി RSS പ്രവർത്തകർ കൊന്നതെന്ന് CPM. പങ്കില്ലെന്ന് BJP. 3 പേർ കസ്റ്റഡിയിൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എങ്ങനെയെന്ന് ആലോചിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വൈകിട്ട് 5-ന്. 530 കോടിയുടെ കേന്ദ്ര വായ്പ ചെലവഴിക്കലും ചർച്ചയാകും. വിനിയോഗ കാലാവധി നീട്ടിച്ചോദിക്കുന്നത് സർക്കാർ പരിഗണനയിൽ. മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ. നിലയുറപ്പിച്ചിരിക്കുന്ന വെറ്റിലപ്പാറ ക്ഷേത്രത്തിനടുത്ത്. ഇന്ന് ദൗത്യമുണ്ടാകാൻ സാധ്യത മങ്ങി. കുങ്കിയാനകളെ ഇന്ന് എത്തിക്കും. മൂന്നാറിൽ ഗ്യാസ് ലോറി ആക്രമിച്ച കാട്ടുകൊമ്പൻ പടയപ്പ. പോട്ട ബാങ്ക് കവർച്ചയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് പിടിയിലായ പ്രതി റിജോയുമായി 10 മണിയോടെ ചാലക്കുടിയിൽ തെളിവെടുപ്പ്. കവർന്ന പണം റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിക്കും. BJP നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് 3 മണിക്ക്. അന്തിമ തീരുമാനത്തിൽ നിർണായകം. പ്രധാനമന്ത്രിയുടെ അഭിപ്രായം.